कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 151. സ്യമന്തകരത്നം തേടി കരടിയുടെ ഗുഹയിലേക്ക് പോയ ശ്രീകൃഷ്ണൻ 28 ദിവസം ജാംബവാനുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ താൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ച ശ്രീഹരി വിഷ്ണുവിന്റെ ദ്വാപരയുഗ അവതാരമായ ശ്രീകൃഷ്ണനാണെന്ന് വ്യക്തമാക്കി. അതോടെ ശ്രീകൃഷ്ണന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി ജാംബവാൻ എങ്ങനെയെല്ലാം തന്റെ പ്രഭുവിനെ സൽക്കരിക്കാം എന്ന ചിന്തയിലായി. ഇതേ സമയം ശ്രീകൃഷ്ണൻ ഗുഹയിലേക്ക് പോയതിന് സാക്ഷിയായി പുറത്തുനിന്നിരുന്ന പൗരജനങ്ങൾ പരിഭ്രാന്തരായിത്തീർന്നു. സിംഹരാജാവിനെ കൊന്നു തള്ളിയ കരടി ആ ഗുഹയിൽ ഉണ്ടായിരിക്കുമെന്നും ആ കരടി ശ്രീകൃഷ്ണനെ കൊന്നുകാണുമെന്നും അവർ കരുതി. ഗുഹയിൽ കയറി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാനുള്ള ധൈര്യം അവരിൽ ഒരാൾക്കു പോലും ഉണ്ടായിരുന്നില്ല. 12 പകലും 12 രാത്രിയും അവർ ഗുഹാമുഖത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു. എന്നാൽ മല്ലയുദ്ധത്തിനിടയിലുണ്ടാകുന്ന ശബ്ദവും ഘോഷവുമല്ലാതെ ഒന്നും പുറത്തേക്ക് വന്നില്ല. അങ്ങനെ ഒടുവിൽ ശബ്ദം കുറഞ്ഞു വന്നതോടെ ശ്രീകൃഷ്ണൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെ അവർ കരുതി. തങ്ങളുടെ രക്ഷകനായ ശ്രീകൃഷ്ണൻ വെറുമൊരു കാട്ടുമൃഗത്തിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന് കരുതി ദുഃഖിതരായ അവർ ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. നിലവിളിച്ചുകൊണ്ട് അവർ ഉഗ്രസേന മഹാരാജാവിനെ കണ്ട് ശ്രീകൃഷ്ണൻ കൊല്ലപ്പെട്ടു എന്നറിയിച്ചു. ഘോരന്മാരായ അസുരന്മാരെ നിഷ്പ്രയാസം കൊന്നൊടുക്കിയ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഒരു കാട്ടുമൃഗത്താൽ കൊല്ലപ്പെട്ടത് എന്നെല്ലാവരും അമ്പരക്കുകയും ചെയ്തു. ദിവ്യശക്തികളുള്ള ഏതെങ്കിലും അസുരനായിരുന്നിരിക്കാം കരടിയുടെ വേഷത്തിലെത്തിയത് എന്ന് ചിന്തിച്ച് അവർ ഭയക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. എല്ലാം അറിയുന്ന ബലരാമനാകട്ടെ യാതൊന്നും പറയാൻ പോയതുമില്ല. ശ്രീകൃഷ്ണൻ കൊല്ലപ്പെട്ടുവെന്നും മരണാനന്തരക്രിയ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടപ്പോൾ പ്രദ്യുമ്നനോട് ചേർന്ന് മരണാനന്തരക്രിയകൾ നടത്താനായി ബലരാമനും തയ്യാറായി. അങ്ങനെ ദ്വാരക നിവാസികളാകെ ദുഃഖത്തിലായി. ശ്രീകൃഷ്ണനെക്കുറിച്ച് കേട്ട അപവാദങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് ഈ മഹാദുഃഖത്തിൽ ആണ്ടുപോവുക എന്ന ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്തു. സത്രാജിത്താകട്ടെ സമൂഹത്തിലാകെ ഒറ്റപ്പെട്ട നിലയിലായി. സത്യമറിയാതെ ശ്രീകൃഷ്ണൻ രത്നം മോഷ്ടിച്ചു എന്ന് വ്യാജമായി ആരോപിച്ചതിന്റെ പേരിൽ എല്ലാവരും സത്രാജിത്തിനെ ദ്വേഷിക്കുകയും കുലത്തെയാകെ നശിപ്പിച്ച ആളെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. തന്റെ സർവസമ്പത്തും സമൂഹത്തിലെ മാന്യതയും എല്ലാം നഷ്ടപ്പെട്ട സത്രാജിത്തും അഗാധമായ ദുഃഖത്തിലായി. ഇതിനേക്കാളെല്ലാം ദുഃഖമനുഭവിക്കുന്ന മറ്റൊരാൾ സത്രാജിത്തിന്റെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നു. സത്രാജിത്തിന്റെ പുത്രി സത്യഭാമ. വളരെ ചെറുപ്പം മുതൽക്കേ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന സത്യഭാമയ്ക്ക് ഈ വാർത്ത താങ്ങാവുന്നതിലേറെയായിരുന്നു. അതിസുന്ദരിയായിരുന്നു സത്യഭാമ. യാദവ വംശത്തിലെ എല്ലാ യുവാക്കളും അവളെ പത്നിയായി ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നു. യാദവ ശ്രേഷ്ഠനായ ഹൃദിദ്വാവിന്റെ മകൻ കൃതവർമാവായിരുന്നു അവരിൽ പ്രധാനി. അങ്ങനെ സർവരും തന്റെ ആരാധകരായിരുന്നിട്ടും സത്യഭാമയുടെ മനസ്സിനെ അതൊന്നും സ്പർശിച്ചില്ല. അവളുടെ മനസ്സിൽ ശ്രീകൃഷ്ണൻ എന്ന ഒറ്റ സങ്കല്പം മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്യമന്തകരത്നം ലഭിച്ചതോ അതിനെ തുടർന്ന് തന്റെ പിതാവ് ധനികനായതോ ഒന്നും സത്യഭാമയെ സംബന്ധിച്ച് കാര്യമായിരുന്നില്ല. അങ്ങനെ ഉറച്ച പ്രണയത്തോടെ ശ്രീകൃഷ്ണനെ യാതൊരാപത്തും സംഭവിക്കരുതേ എന്ന് കഠിന പ്രാർത്ഥനയിൽ സത്യഭാമ അപ്പോഴും നിലയുറപ്പിച്ചു. പ്രദ്യുമ്നന്റെ നേതൃത്വത്തിൽ മരണാനന്തര ക്രിയ നടത്തി എന്നറിഞ്ഞിട്ടുപോലും അവൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. സത്യഭാമയെപ്പോലെ ശ്രീകൃഷ്ണൻ മരിച്ചിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റു ചിലരുമുണ്ടായിരുന്നു യാദവകുലത്തിൽ. അങ്ങനെ യാദവ പ്രമുഖരെല്ലാം ചേർന്ന്
കുലദേവി ക്ഷേത്രത്തിൽ ചെന്ന് കൃഷ്ണന്റെ പുനർദർശനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഠിനമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദേവി ഇങ്ങനെ ദർശനം നൽകി: വൈകാതെ തന്നെ ശ്രീകൃഷ്ണൻ തിരിച്ചെത്തും. അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതേസമയം ശ്രീരാമദേവന്റെ പുനരവതാരമായ ശ്രീകൃഷ്ണനെ നേരിട്ട് കണ്ട ജാംബവാനെ എങ്ങനെയെല്ലാമാണ് ഭഗവാനെ സൽക്കരിക്കേണ്ടത് എന്ന അന്താളിപ്പായി. ആദ്യമായി ഫലമൂലാദികൾ നൽകി സൽക്കരിച്ചു. തന്നെ വിട്ട് ഇനി ഒരിക്കലും പോകരുത് എന്ന പ്രാർത്ഥനയുമായി കൈകൂപ്പി അദ്ദേഹത്തിന്റെ സമീപത്തു നിന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: പ്രിയമിത്രമേ, ഈ യുഗത്തിൽ എനിക്ക് കർമ്മങ്ങൾ ഇനിയുമേറെ ബാക്കിയാണ്. ദുഷ്ടാത്മാക്കളായ ഒരുപാട് അസുരന്മാരെ വധിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുകയാണ് എന്റെ കർത്തവ്യം. അതിനാൽ എനിക്ക് പോയേ തീരൂ. ഇപ്പോൾ ഞാൻ രത്നം മോഷ്ടിച്ചു എന്ന അപവാദത്തിൽ നിന്ന് മോചിതനാകുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനാൽ അങ്ങെനിക്ക് ആ രത്നം മടികൂടാതെ തന്നുവിട്ടാലും. ഇത് കേട്ട ജാംബവാൻ കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിനെ രത്നം ഏൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, ഈ രത്നത്തോടൊപ്പം എനിക്ക് ജീവിതത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദക്ഷിണ കൂടി അങ്ങ് സ്വീകരിച്ചാലും. എന്റെ കന്യകാപുത്രിയായ ജാംബവതിയാണത്. ഇവൾക്ക് അനുരൂപനായ ഒരു വരനെ സങ്കൽപ്പിച്ചാൽ ത്രിലോകങ്ങളിൽ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? അങ്ങ് സന്തോഷത്തോടെ ഇവളെ പത്നിയായി സ്വീകരിക്കുക. അങ്ങനെ ശ്രീകൃഷ്ണനും ജാംബവതിയും തമ്മിലുള്ള വിവാഹം വിധിപ്രകാരം ജാംബവാൻ നടത്തിക്കൊടുത്തു. ശ്രീകൃഷ്ണൻ അതിസുന്ദരിയായ ജാംബവതിയുമൊത്ത് ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു. കഠിനമായ ദുഃഖത്തോടെ ശ്രീകൃഷ്ണന്റെ മടങ്ങിവരവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നഗരവാസികളുടെ മുന്നിൽ ഒടുവിൽ ആ മനോഹര ദൃശ്യം പ്രത്യക്ഷമായി. രാജവീഥിയുടെ അങ്ങേയറ്റത്ത് പൊടുന്നനെ സൂര്യശോഭയാണ് ആദ്യം തെളിഞ്ഞത്. ആ തിളക്കത്തിൽ തന്നെ അതിസുന്ദരിയായ ഒരു തരുണിയുമൊത്ത് കയ്യിൽ സ്യമന്തക രത്നവും പിടിച്ച് നടന്നുവരുന്ന ശ്രീകൃഷ്ണനെ അവർ കണ്ടു. അത്യധികം ആഹ്ലാദത്തോടെ അവരെല്ലാം ഓടിച്ചെന്ന് ശ്രീകൃഷ്ണ പാദങ്ങളിൽ താണുവീണ് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു: ഭഗവാനെ, സത്യമറിയാതെ അങ്ങയെക്കുറിച്ചുള്ള വ്യാജവാർത്ത കർണങ്ങളിൽ കേട്ടു എന്ന തെറ്റിനു പോലും അഗാധമായ ശിക്ഷ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ തെറ്റ് പുറത്ത് മാപ്പു നൽകിയാലും. ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു: പ്രിയമിത്രങ്ങളെ, ദുഃഖം മതിയാക്കൂ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ? നഷ്ടപ്പെട്ടുപോയ രത്നം നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സത്രാജിത്തിനോട് വേഗം തന്നെ രാജസദസ്സിലേക്ക് എത്താൻ പറയൂ. അവിടെ വെച്ച് നിങ്ങളെയെല്ലാം സാക്ഷിയാക്കി എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയും അദ്ദേഹത്തിന് ഞാൻ സ്യമന്തകരത്നം തിരികെ നൽകുകയും ചെയ്യാം. ഇത് കേട്ട രാജദൂതൻ സത്രാജിത്തിനെ വിവരമറിയിച്ചു. വിവരം കേട്ട സത്രാജിത്ത് ലജ്ജയോടെ തലകുനിച്ച് രാജസദസ്സിലേക്ക് ഉടൻ യാത്രയാകാൻ തീരുമാനിച്ചു. സത്രാജിത്ത് എങ്ങനെയാണ് ശ്രീകൃഷ്ണനോട് ചെയ്ത തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്തത്? ആ കഥ നാളെ.